വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തൻ, പ്രൈസ് ഗോഡ്, സാറ്റിസ്ഫൈഡ് വിത്ത് ഫേവർ. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് തൃപ്തി നൽകുക എന്നുള്ളത്. മനുഷ്യൻ്റെ സ്വഭാവമാണ് എത്ര തൃപ്തി തന്നാലും തൃപ്തനാകാതെ ഇരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇടത്തെ വീട്ടിലെ നോക്കണ്ട, വലത്തെ വീട്ടിലെ നോക്കണ്ട, ഇടത്തിരുന്ന് ആരാധിക്കുന്നവരെ നോക്കണ്ട, വലത്തിരുന്ന് ആരാധിക്കുന്നവരെ നോക്കണ്ട. എനിക്ക് എന്തുണ്ട് അതിൽ തൃപ്തിയോടെ ജീവിക്കുവാൻ. ഇന്ന് 10 രൂപയുള്ളെങ്കിൽ ആ 10 രൂപയ്ക്കും സ്തോത്രം ചെയ്യണം സന്തോഷത്തോടെ. നാളെ 100 രൂപ കയ്യിലുള്ളെങ്കിൽ ആ 100 രൂപയ്ക്ക് സ്തോത്രം ചെയ്യണം. നാളെ കഴിഞ്ഞ് 10,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിലും 100 രൂപ നാളെ അല്ലെങ്കിൽ 10 രൂപ ഇന്ന് എടുത്തു വെച്ചിട്ട് നാളത്തെ ആവശ്യത്തിനും നാളെ കഴിഞ്ഞ ആവശ്യത്തിനും മതിയായ ഒരു ദൈവത്തിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാളത്തെ നിന്റെ 100 രൂപയുടെ ആവശ്യം നടക്കും. നാളെ കഴിഞ്ഞുള്ള നിന്റെ 1000 രൂപയുടെ ആവശ്യവും നടത്തി തരുന്ന ഒരു ദൈവമാ ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, വ്യാകുലപ്പെടണ്ട. ഈ ആകാശത്തിന് കീഴിൽ ഈ ഭൂമിയിൽ എന്ത് തരുമെന്നോർത്ത് നമ്മൾ ഭാരപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പന് നമ്മുടെ അവസ്ഥ അറിയാം. നിന്റെ പേഴ്സ് എത്രമാത്രം ചോർന്നിട്ടുണ്ട്, ശോഷിച്ചിട്ടുണ്ട്, നിന്റെ ആരോഗ്യം എത്രമാത്രം നഷ്ടമായിട്ടുണ്ട്, നിന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നന്നായിട്ട് അറിയുന്ന ദൈവമാ. നിന്റെ ഇല്ലായ്മയിൽ നീ കൊടുക്കുന്നതും നിന്റെ ഇല്ലായ്മയിൽ നീ മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം കണ്ട ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവം ആരാണ്? തൃപ്തി തരുന്ന ദൈവമാണ്, തൃപ്തി തരുന്ന ദൈവമാണ്. സ്തോത്രം, ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തൃപ്തി തരും.